19കാരനെ കുത്തിക്കൊലപ്പെടുത്തി. ഷഹദാരയിലെ ഗീതാ കോളനിക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. 2 പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞു. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. വിനിത, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ കൊലപാതകത്തിൻ്റെ വാർത്തയുമായിട്ട് വരാനാണല്ലോ വിനീതയുടെ വിധി. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. തീർച്ചയായും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അടിക്കടിയുള്ള ചില അക്രമ സംഭവങ്ങൾ ഇങ്ങനെ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത്തരത്തിലേക്കൊരു വാർത്ത തന്നെയാണ് രാവിലെ നമുക്കും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒരു 19കാരനെയാണ് കുത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. യാഷ് എന്നാണ് ഈ 19കാരൻ്റെ പേര്. ഇന്നലെയാണ് സംഭവമുണ്ടായത്. ഷഹ്ദാരയിലെ ഗീതാ കോളനിയിലാണ് ഈ കൊലപാതകമുണ്ടായത്. ഇതിൽ 2 പേരെ, പ്രതികളായ അമാൻ, റഹാൻ എന്നിങ്ങനെ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. ഇരുവർക്കുമായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇന്നലെ ഇവർ ഈ റോഡിൽ നിന്ന് ഒരു തർക്കമുണ്ടാവുകയും പിന്നീട് അത് സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിശദാംശങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. റോഡിലുണ്ടായ ഈ സംഘർഷത്തെ തുടർന്നാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇക്കാര്യങ്ങളിലടക്കം ഡൽഹി പോലീസ് വളരെ വിശദമായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ യാഷിന്റെ പിന്നിൽ ശരീരത്തിന് പുറകിലായാണ് 2 തവണ കുത്തേറ്റത്. ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മറ്റ് ഗുണ്ടാസംഘങ്ങളുമായൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികൾക്ക് ബന്ധമുണ്ടോ, ഇവർ സമാന രീതിയിൽ ഇത്തരത്തിലേക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നു എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 പേരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അമാൻ, റഹാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എസ്കെ. ഓക്കെ, വിനീത, കണ്ണാടിയൊക്കെ ഇട്ടത് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമന്റ് ബോക്സിൽ. എന്തിനാണ് കണ്ണാടിയുടെ ഒരു പരിഷ്കാരം? എന്തുപറ്റി കണ്ണാടിയൊക്കെ ഉപയോഗിച്ച് ഡൽഹി ആയപ്പോൾ ഒന്ന് വലസാന്ന് വിചാരിച്ചോ? അല്ല എസ്കെൻ, എനിക്ക് ഒരു ചെറിയൊരു പനി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു അലർജീൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണിൽ ചെറിയ അലർജി ഉണ്ട്. ഒരു ഡസ്റ്റ് അലർജീൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ട് ഡോക്ടറുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ കൂടുതൽ പൊടി അടിക്കാതിരിക്കാൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത്തരത്തിലേക്ക് ഒരു കണ്ണാടി ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ വേഗം അതൊക്കെ മാറിയതിനു ശേഷം വേറൊരു സീരിയസ്നെസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ണാടി ഇരുന്നോട്ട്. അത് പ്രേക്ഷകർ പറഞ്ഞു എന്ന് ഞാൻ പറയായിരുന്നു. പ്രേക്ഷകർക്ക് ഇതൊക്കെ വലിയൊരു ഉത്കണ്ഠയാണ്. എന്തിന് വിനീത വിജി ഡൽഹിയിൽ പോയി കണ്ണാടി ധരിക്കണം? ആളുകൾ ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ സമയം. ഓക്കെ, താങ്ക് യു വിനീത.